ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ലിജു ക്ലാസ്സസ്. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് 5th സെം ബികോം BBAയുടെ ഓരോ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് BBA 5th സെം BBAയുടെ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ പ്രധാനപ്പെട്ട ടോപ്പിക്, എക്സാമിന് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ് പറയുന്നത്. ഞാൻ മുമ്പേ ക്ലാസ് പറഞ്ഞ പോലെ തന്നെ ഈ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത് നമ്മൾ അതുമാത്രം പഠിച്ചു പോകാനുള്ളതല്ല. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ ടോപ്പിക്ക് കൂടെ ഫോക്കസ് ചെയ്യുക, കാര്യമായിട്ട് എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അതിനിടയ്ക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു, അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതുകൂടെ പഠിക്കുമെന്നൂടെ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വികസനത്തിനും കാര്യങ്ങൾക്കൊക്കെ അടിസ്ഥാനമായിട്ടുള്ളതാണ് ഇത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട എക്സാമിന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഫസ്റ്റ് ചാപ്റ്റർ. അതിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ അവിടെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന കാര്യമാണ് ഫിനാൻഷ്യൽ സിസ്റ്റത്തെക്കുറിച്ച് ചോദിക്കാം. ഫിനാൻഷ്യൽ സിസ്റ്റം, അതിൻ്റെ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ എന്തൊക്കെയാണ്? സ്ട്രക്ചർ എന്ന് പറയുന്നത് 4 ഭാഗങ്ങളായിട്ടാണ് സ്ട്രക്ചർ പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഫിനാൻഷ്യൽ സർവീസസ്. ഇങ്ങനെ 4 ഘട്ടങ്ങൾ അല്ലെങ്കിൽ 4 ഭാഗങ്ങളായിട്ടാണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം, ഓക്കെ, ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ്. ഓക്കെ, ഈ ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് അടുത്താണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ റോൾ ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ റോള്, അതായത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ എന്തൊക്കെ പങ്കാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനുള്ളത്. അതേപോലെ തന്നെ അതിന് ചില വീക്ക്നെസ് ഉണ്ട്, ചില പോരായ്മകളുണ്ട് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്. അതുകൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം, പിന്നെ അതിൻ്റെ റോള്, ഇമ്പോർട്ടൻസ്, പിന്നെ അതിൻ്റെ വീക്ക്നെസ്. ഓക്കെ, അതൊക്കെ പോയിന്റ്സ് കാര്യങ്ങൾ ശ്രദ്ധിച്ച് വെച്ചാൽ മതി. വന്നിട്ടുണ്ടെങ്കിൽ ബാക്കി നമുക്ക് എന്താ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാഷയിൽ എഴുതാൻ പറ്റും. അപ്പോൾ അത് പോയിന്റ്സ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റും മണി മാർക്കറ്റും, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിച്ച മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾ മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ ചോദിച്ചു വരുന്നുണ്ട്. അപ്പോൾ മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും പഠിക്കുന്ന സമയത്ത് മണി മാർക്കറ്റ് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഫങ്ഷൻസ് കൃത്യമായിട്ട് പഠിക്കാം. രണ്ടിൻ്റെയും ഫങ്ഷൻസ് ഒക്കെ പറയുന്നുണ്ട്. മണി മാർക്കറ്റിൻ്റെ ഫങ്ഷൻസ് പറയുന്നുണ്ട്, ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഫങ്ഷൻസ് ഉണ്ട്. മണി മാർക്കറ്റ് ഈസ് മാർക്കറ്റ് ഫോർ ഷോർട്ട് ടേം ഫണ്ട്സ് ആണ്, മറ്റത് ലോങ് ടേം ഫണ്ട്. ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിച്ചോളൂ, അതിൻ്റെ ഫങ്ഷൻസ് പഠിക്കാം. പിന്നെ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ മണി മാർക്കറ്റ് എന്താണ്, ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ് പഠിച്ചോളുക, പിന്നെ അതിൻ്റെ ഡിഫറൻസ്. പിന്നെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തൊക്കെയാണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ട്രഷറി ബില്ല്, കൊമേഴ്ഷ്യൽ പേപ്പർ, അല്ലെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, അങ്ങനെയുള്ള മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചാൽ പോരാ. ചിലപ്പോൾ ഓരോന്നായിട്ട് എടുത്ത് എന്താണ് കൊമേഴ്ഷ്യൽ പേപ്പർ, അല്ലെങ്കിൽ എന്താണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, എന്താണ് ട്രഷറി ബിൽസ്, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഈ ടേമുകളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അല്ലെങ്കിൽ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യം വരാം. ഓക്കെ, അപ്പോൾ അത് പഠിക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങളും ഓരോന്നിൻ്റെ കാലാവധിയും പീരീഡും അടക്കം ഓരോ കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചോളാം. ഓക്കെ, അപ്പോൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് വിട്ടുപോകാൻ പാടില്ല. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് മണി മാർക്കറ്റ്, ദ പാർട്ടിസിപ്പൻസ് ഇൻ ദ മണി മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസ് അല്ലെങ്കിൽ പ്ലേയേഴ്സ് ചോദിക്കാം. പ്ലേയേഴ്സ് ഓർ പാർട്ടിസിപ്പൻസ് ഇൻ ദ മണി മാർക്കറ്റിലെ പ്ലേയേഴ്സ് ഓർ പാർട്ടിസിപ്പൻസ്. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് പറയുന്നത് പ്രൈമറി മാർക്കറ്റിൻ്റെ കേസ് പഠിക്കുക. പ്രൈമറി മാർക്കറ്റ്, മെത്തേഡ്സ് ഓഫ് റേസിംഗ് ഫണ്ട്സ് ഇൻ പ്രൈമറി മാർക്കറ്റിൽ ഫണ്ട് റേസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണ്? പ്രൈമറി മാർക്കറ്റിൽ ഫണ്ട് റേസ് ചെയ്യുന്ന മെത്തേഡ്സ് അല്ലേ. പ്രൈമറി മാർക്കറ്റ് ഈസ് ദ മാർക്കറ്റ് ഫോർ ഫസ്റ്റ് ഹാൻഡ് സെക്യൂരിറ്റി മാർക്കറ്റാണ് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമറി മാർക്കറ്റിൽ ഫണ്ട് കണ്ടെത്തുന്ന അല്ലെങ്കിൽ ഫണ്ട് റേസ് ചെയ്യുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ് ശ്രദ്ധിച്ചോളാം. ഒരുപാട് തവണ വന്ന ചോദ്യമാണ് പ്രൈമറി മാർക്കറ്റിൽ ഫണ്ട് കണ്ടെത്തുന്ന മെത്തേഡ്സ്. പിന്നെ ഒരു ചെറിയ ടേമാണ്
ഗിൽട്ട് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ്, ഗിൽട്ട് GILT, ഗിൽട്ട് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ്. ഗിൽട്ട് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ് കേട്ടിട്ടുണ്ടാവും. എന്താ ഗിൽട്ട് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ? ഗവൺമെൻറ് സെക്യൂരിറ്റീസിനെ നമ്മൾ വിളിക്കുന്നതാണ് ഇത് ഗിൽട്ട് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ് എന്ന് വെച്ചാൽ. ഗിൽട്ട് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ്, ആ ഒരു ടേം കൂടെ ശ്രദ്ധിച്ചോളാം, എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഗിൽട്ട് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ്. പിന്നെ ഉള്ളതാണ് ഫിനാൻഷ്യൽ സർവീസസ്. ഫിനാൻഷ്യൽ സർവീസ് എന്താണെന്നും അതിൻ്റെ റോള്, സ്കോപ്പ്, ടൈപ്പ്, ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഒരുപാട് വാരി വലിച്ചൊന്നും പഠിക്കേണ്ട, പോയിന്റ് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. എന്താണ് ഫിനാൻഷ്യൽ സർവീസസ്, അതിൻ്റെ റോള്, അതേപോലെ തന്നെ ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ്, അതിൻ്റെ സ്കോപ്പ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഉള്ളത് മർച്ചൻറ്റ് ബാങ്കിങ്, ഇമ്പോർട്ടൻ്റ് ആണ്. മർച്ചൻറ്റ് ബാങ്കിങ് എന്താണ്? മർച്ചൻറ്റ് ബാങ്കിങ്ങും അതിൻ്റെ ഫങ്ഷൻസും, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ടൈപ്പോ കാര്യങ്ങളോ അതുകൂടെ ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഓക്കെ, മർച്ചൻറ്റ് ബാങ്കിങ്ങും അതിൻ്റെ ഫങ്ഷൻസും. ഫങ്ഷൻസ് ഓഫ് മർച്ചൻറ്റ് ബാങ്കിങ് നല്ലൊരു ചോദ്യം പ്രതീക്ഷിക്കാവുന്ന മേഖലയാണ്. മർച്ചൻറ്റ് ബാങ്കിങ്, ഫങ്ഷൻസ് ഓഫ് മർച്ചൻറ്റ് ബാങ്കിങ്. പിന്നെയുള്ളത് ഫാക്ടറിങ്. ഫാക്ടറിങ് നമ്മൾ പലതവണ ചോദിച്ചു വന്ന ചോദ്യമാണ് ഫാക്ടറിങ് എന്ന് പറയുന്നത്. ഫാക്ടറിങ് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പഠിക്കുക, അഡ്വാൻറ്റേജസ് പഠിക്കുക, പോയിന്റ്സ് പഠിച്ചാൽ മതി. എന്താ ഫാക്ടറിങ് എന്നും അതിൻ്റെ അഡ്വാൻറ്റേജസും ഒബ്ജക്റ്റീവ്സും പഠിച്ചു വെക്കുക. പിന്നെയുള്ളത് ക്രെഡിറ്റ് കാർഡ് ആൻഡ് ഡെബിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡ് ഒഴിവാക്കാത്തൊരു ചോദ്യമാണ്. ക്രെഡിറ്റ് കാർഡ് ആൻഡ് ഡെബിറ്റ് കാർഡ്. എന്താ ക്രെഡിറ്റ് കാർഡ്? അതുമായി ക്രെഡിറ്റ് കാർഡിൻ്റെ ഫങ്ഷൻസ് ഉണ്ടാവും, ചിലപ്പോൾ ടൈപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഡെബിറ്റ് കാർഡും അതിൻ്റെ ഫങ്ഷൻസും ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ക്രെഡിറ്റ് കാർഡ് ആൻഡ് ഡെബിറ്റ് കാർഡ്. ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും അതിൻ്റെ ഓരോ ഫങ്ഷൻസ് വിട്ടു പോരും കേട്ടോ. ക്രെഡിറ്റ് കാർഡിൻ്റെ ഡെബിറ്റ് കാർഡിൻ്റെ ഫങ്ഷൻസ്, ക്രെഡിറ്റ് കാർഡ് മാത്രം ചോദിച്ചിട്ടുണ്ട്, ഡെബിറ്റ് കാർഡ് മാത്രം രണ്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസും കാര്യങ്ങളും പഠിക്കുക, ഓരോന്നിൻ്റെ ഫങ്ഷൻസും പഠിച്ചോളാം. ഓക്കെ, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഓക്കെ അല്ലേ, അതിൻ്റെ ഫങ്ഷൻസ് പഠിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി. നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും ഷോർട്ട് ക്വസ്റ്റ്യനും ലോങ് എസ്സേയിലും മിക്കപ്പോഴും ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണ് ഇത് ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് റേറ്റിംഗിൻ്റെ അഡ്വാൻറ്റേജസ്, ഇമ്പോർട്ടൻസ് പോയിന്റ് ശ്രദ്ധിച്ചു വെക്കുക. പിന്നെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി, ഫങ്ഷൻസ് ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി. ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? എസ് വരെ ചോദിച്ചാണ് പലതവണ. ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയുടെ ഫങ്ഷൻസ് ആണ്. പിന്നെ ഇന്ത്യയിലെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികൾ ഏതൊക്കെയാണ്? കുറേ ഏജൻസികൾ പറയുന്നുണ്ട്. ക്രിസിൽ, ICRE, അങ്ങനെയുള്ള ഒരുപാട് ഏജൻസികൾ പറയുന്നുണ്ട്, അത് ശ്രദ്ധിച്ചോളാം. അപ്പോൾ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി വിട്ടുപോകാൻ പാടില്ല. ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എന്താണ്? അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷൻസ്, അഡ്വാൻറ്റേജസ്, ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ അത്. പിന്നെ ഫങ്ഷൻസ് ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി, ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയുടെ ധർമ്മങ്ങൾ, ഫങ്ഷൻസ് എന്തൊക്കെയാണ്? പിന്നെ നമ്മുടെ ഇന്ത്യയിലെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളുണ്ട് കുറേ, ക്രിസിൽ, ICRE പോലെയുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി, അതുകൂടെ മനസ്സിലാക്കി വെക്കുക. ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി മിക്കപ്പോഴും SCക്ക് വരെ ചോദിച്ചു വന്ന ചോദ്യമാണ് ഫങ്ഷൻസ് ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി. ഇപ്പോൾ വിട്ടുപോലെ ഒരു ചോദ്യം വിടൂല, ഒന്നുകിൽ ഷോർട്ട് എസ്സേ ഉണ്ടാവും അല്ലെങ്കിൽ ലോങ് എസ്സേ ഉണ്ടാവും. ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയുടെ ഏതെങ്കിലും ഒരു തരത്തിൽ ചോദ്യം വരും. ഓക്കെ, പിന്നെയുള്ളത് ലീസിങ്, വലിയ കാര്യം അല്ലെങ്കിൽ ലീസിങ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ടൈപ്സ് ഓഫ് ലീസും കാര്യങ്ങളും പഠിച്ചു നോക്കുക. അഡ്വാൻറ്റേജസ് ഓഫ് ലീസിങ്, അതേപോലെ തന്നെ അതിൻ്റെ ടൈപ്സ്. പിന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സെക്കൻഡറി മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുക. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഫങ്ഷൻസ് പഠിക്കുക. ഫങ്ഷൻസ്, അതേപോലെ ബെനിഫിറ്റ്സ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഫങ്ഷൻ ചോദിക്കുന്ന സമയത്ത് ചിലപ്പം എക്കണോമിക് ഫങ്ഷൻസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് ചോദിക്കാം. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ എക്കണോമിക് ഫങ്ഷൻസ് ചോദിക്കും ചിലപ്പോൾ. ഓക്കെ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ എക്കണോമിക് ഫങ്ഷൻസ്, അപ്പോൾ അല്ലെങ്കിൽ വെറും ഫങ്ഷൻസ്, അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സിനുള്ള ബെനിഫിറ്റ്, കമ്പനിക്കുള്ള ബെനിഫിറ്റ്, അതേപോലെ തന്നെ കമ്മ്യൂണിറ്റിക്കുള്ള ബെനിഫിറ്റ്, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറയുന്നുണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ബെനിഫിറ്റ്സ്. പിന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സെക്കൻഡറി മാർക്കറ്റ്. പിന്നെ ഈ പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസം. പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാൻഡ് സെക്യൂരിറ്റിക്കുള്ളതാണ്. സെക്കൻഡറി മാർക്കറ്റ് എന്നുള്ളത് സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റി അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റിക്കുള്ളതാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചോളാം. ഇമ്പോർട്ടൻ്റ് ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. ഇപ്പം തന്നെ നമ്മൾ 2-3 ഡിഫറൻസ് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ് പറഞ്ഞു. പിന്നെ നേരത്തെ മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ് ഡിഫറൻസ് പറഞ്ഞു. പിന്നെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഡിഫറൻസ് പറഞ്ഞു. ഓക്കെ, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. പിന്നെ പ്രൈമറി മാർക്കറ്റ് ഡിഫറൻസ്, സെക്കൻഡറി മാർക്കറ്റ് ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ. പിന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇൻ ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE, BSE പോലെയുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്, അതൊന്ന് പഠിച്ച് വായിച്ചു നോക്കിക്കോളാം. ഓക്കെ, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതൊക്കെയാണ്? പിന്നെ നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സ്ഥാപനമാണ് ഇത് SEBI എന്ന് പറയുന്നത്, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പഠിച്ചോളാം. SEBIയുടെ ഫങ്ഷൻസ് ഒരു തവണ SE വന്നാണ്, SEBIയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, SEBI ഫങ്ഷൻസ്.
പിന്നെ ഒരു ടേമാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്, പലതവണ പല കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇൻഷുറൻസ് എന്താ, അതിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ പ്രത്യേകതയുടെ പ്രാധാന്യം എന്തൊക്കെയാണ്, ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് അവിടെ ഏതെങ്കിലും ഒരു ചോദ്യം ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അതുകൂടെ ഇമ്പോർട്ടൻസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇൻഷുറൻസ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യങ്ങൾ, പിന്നെ അതേപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. നമ്മളിപ്പം +2 തലം മുതൽ നമ്മൾ പഠിച്ചു വരുന്നതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് അല്ലെ, അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, ഇൻഡെമിനിറ്റി, അങ്ങനെ ഒരുപാട് പ്രിൻസിപ്പിൾസ് പഠിക്കുന്നുണ്ട് അല്ലേ. പിന്നെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് വരുന്ന LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, അതിൻ്റെ ഫങ്ഷൻസ് ഉണ്ട്, റോള്, ഫങ്ഷൻസ്, LICയുടെ ഫങ്ഷൻസ്. പിന്നെ ജനറൽ ഇൻഷുറൻസ് അങ്ങനെ ഉണ്ടെങ്കിൽ ആ ടൈപ്പ് പഠിച്ചു നോക്കുക. ജനറൽ ഇൻഷുറൻസിൻ്റെ ഫങ്ഷൻസ്, ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ GIC, അതിൻ്റെ ഫങ്ഷൻസ്. LICയുടെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. LICയുടെ ഫങ്ഷൻസ്, റോള്, കാര്യങ്ങളുണ്ടെങ്കിൽ അത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇൻഷുറൻസ് നോക്കുക, ഇൻഷുറൻസിൻ്റെ ഫങ്ഷൻസ്, കാര്യങ്ങൾ, അതേപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്, പിന്നെ LIC, പിന്നെ ഇൻഷുറൻസിൻ്റെ ടൈപ്സ് ഉണ്ട്, ഫയർ ഇൻഷുറൻസ്, മറൈൻ ഇൻഷുറൻസ് ഒക്കെ. അതും പലതവണ 1-2 തവണ ഒക്കെ ചോദിച്ചു വന്നിട്ടുണ്ട്. ഫയർ ഇൻഷുറൻസിൻ്റെ, മറൈൻ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് അതും ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത് മുഴുവൻ പറഞ്ഞിട്ട് ഡൗട്ട് ആക്കുന്നില്ലെങ്കിൽ, ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. ഓരോ കാര്യങ്ങളും പഠിക്കുന്ന സമയത്ത് ഈ ഏരിയകളൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കുക. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് നല്ല രീതിയിൽ പ്രാധാന്യം കൊടുത്തിട്ട് പഠിക്കാം. ഓക്കെ, വളരെ ടഫായിട്ടുള്ള പേപ്പറൊന്നുമല്ല. നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമുള്ള പേപ്പർ തന്നെയാണ്. അപ്പോൾ ടെൻഷനും കാര്യമൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ പഠിക്കാം. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിൽ